പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം ദൈവം നൽകി തന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 24-ാം വാക്യം. ദി ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സ് 24. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി. അടുക്കൽ ചെന്ന് നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തതയുണ്ടായി. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, കൊടിയ കാറ്റുപോലെ പ്രതികൂലത്തിൻ്റെ സാഹചര്യങ്ങൾ, പ്രശ്നങ്ങൾ, കഷ്ടങ്ങൾ, വേദനകൾ, അനേകവിധമായ പ്രശ്നങ്ങൾ നടുവിൽ അവൻ എന്തു ചെയ്യണമെന്നറിയാതെ നീ തകർന്നിരിക്കുന്നതായിരിക്കാം. എന്നാൽ ഒരൊറ്റ കാര്യം, യേശു പടകിലുണ്ട്. അത് നീ മറന്നു പോകരുത്. യേശുവിലേക്ക് ഒന്ന് അടുക്കുക, യേശുവിനെ ഒന്ന് ഉണർത്ത്, ഒന്ന് പ്രാർത്ഥിക്കുക, ആഴമായി കർത്താവിൽ നിന്ന് വിളിക്കുക. ആ വെള്ളത്തെയും ആ വെള്ളത്തിൻ്റെ കോപത്തെയും കാറ്റിനെ ശാസിക്കുവാൻ അവൻ സർവശക്തിയുള്ളവനാ. അവൻ ശാസിച്ചാൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. ശാന്തതയുണ്ടാകും, സമാധാനവും സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകും. ഈ വചനം ധ്യാനിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, അത്ഭുതം സംഭവിക്കും. നല്ല കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തിരുവെഴുത്ത് പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.